നിന്നെ വെറുതെ വിടില്ല രുക്മിണി. മക്കളെ കാണാൻ പറ്റാതെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി തൊണ്ട വറ്റി വരണ്ട് പെടഞ്ഞു പെടഞ്ഞു നീ ചാവും. ഇതൊരമ്മയുടെ പ്രാക്കല്ല, വേദനയാ. ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. ചെറിയ ചെറിയ തീപ്പൊരി ഇട്ടിട്ട് വേണം അത് വലിയൊരു കനലാക്കി എവളെ അതിലിട്ട് പൊരിച്ചെടുക്കാൻ. ആ ഇലക്ഷന് തോറ്റതിന് ശേഷം ശ്രീക്ക് എന്തോ വല്ലാത്തൊരു മാറ്റം. അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാവും. ഓ, അന്നേരം ഒരു വിഷമമുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതൊന്നും അല്ല, നീ ഒരു ഭാഗ്യമില്ലാത്തവളാ. ഇവനെ കല്യാണം കഴിച്ച് നീ സ്വന്തം വീട്ടിന് പോന്നതിന് ശേഷം അവർക്കങ്ങ് നല്ല കാലം. ഈ വീടിന് നിങ്ങൾക്കും കഷ്ടകാലം. അങ്ങനെയൊന്നുമില്ല. ഓ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളേ. ശ്രീ, അമ്മ ഇങ്ങനെ കഥയില്ലാതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ദേ, നീ അത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇവളെ ഇവൻ ഉപേക്ഷിക്കണം, ചവിട്ടി ഓടിക്കണം. അതിനെന്താ ഒരു വഴി? എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. ആളൊരു കോമാ സ്റ്റേജിലാണ് രാജു. ഉണരാനുള്ള ചാൻസ് വളരെ കുറവാ. പിന്നെ അവസാന വാക്ക് ഒരു ഡോക്ടറുടേതല്ലല്ലോ. അത്ഭുതം എന്തെങ്കിലും സംഭവിച്ചേക്കാം. കാര്യങ്ങളൊക്കെ അന്ന് എന്നോട് രാജു പറഞ്ഞല്ലോ. പേഷ്യന്റിനെ ഞങ്ങൾ നന്നായി നോക്കിക്കോളാം. ഇവിടെ വന്ന് ഒരു രോഗിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ചെങ്കൂറ്റമൊന്നും ആർക്കുമില്ല. അപ്പോൾ ഞങ്ങള് നിങ്ങൾ വയ്ക്കോ. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി ഡോക്ടർ. വറുതു, അങ്കിളിനൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്റെ മോന്റെ കഷ്ടകാലത്തിന് അവൻ പോയി കെട്ടിയതാ. അന്ന് എന്റെ തലയിൽ ഇടുത്തി വീഴാൻ പോകുന്ന നേരത്ത് ഞാൻ രണ്ടിനെയും വീട്ടിലേക്കും കയറ്റി. വിളിച്ചു കയറ്റിയതുപോലെ തന്നെ ചവിട്ടി പുറത്താക്കണം രുക്മിണി. അതാ ഒരമ്മയുടെ കഴിവ്. ഷോ, അതിന് നാട്ടുകാർ അതും ഇതും പറയില്ലേ സാവിത്രി? നാട്ടുകാരാണോ നിനക്ക് ചെലവിന് തരുന്നത്? അവരോട് പോവാൻ പറ. അല്ല പിന്നെ. അത് മാത്രമല്ലെന്നേ, അവൾ അവനെ മയക്കി പോക്കറ്റി വെച്ചിരിക്കുക. ഞാൻ എന്തെങ്കിലും അവളെ പറഞ്ഞ അവൻ അവളെയും വിളിച്ച് പണ്ടത്തെ പോലെ പോവോന്നാ എന്റെ പേടി. കഷ്ടത്തിലിരിക്കുന്നത് പോവാനും മേല, ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം. രണ്ടും കൂടെ വലിയ പാടാ. കരഞ്ഞും പിഴിഞ്ഞും കൈകാലിട്ടടിച്ചും ചെറുക്കനെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൂടെ ആക്കാൻ നോക്ക്. ഹരീഷേ, നിങ്ങൾ പ്രസവിച്ച മോനല്ലേ? നിങ്ങൾ പറഞ്ഞ അവന് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അവൻ അനുസരിക്കും. ചില ആമ്പിള്ളരെ ഒരുമാതിരി പെൺകോന്തമാരാ സാവിത്രി. ഓ, എന്റെ മോനും അങ്ങനെ തന്നെയാ. അവള് പറയുന്നതേ അവൻ കേക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തനി അമ്മായിയമ്മയാവണം. മരുമോക്കിട്ട് എന്തൊക്കെ വേല വെക്കാമോ അതെല്ലാം വെക്കണം. വേലവെപ്പ്, പാരവെപ്പ്, ഒടിവെപ്പ്, ഈ വക വിദ്യകളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ രുക്മിണിക്ക്. അതിന്റെ ആശാട്ടിയല്ലേ നിങ്ങള്? ആ, ദേ വരുന്നു നിങ്ങളുടെ ബന്ധുക്കാരി. എന്ത് കാര്യ? ആ, നിങ്ങളുടെ മോന്റെ അമ്മായിയമ്മ രാധമ്മ നേത്തിയാരമ്മ. പറ്റുമെങ്കിൽ 10 ചീത്ത വിളിച്ചു വിട്. കൊമ്പത്തെ സൂര്യമംഗലത്തെ ബന്ധുവാ. ദൈവമേ രക്ഷിക്കണേ. വഴക്കിന് വന്ന എന്ത് മറുപടി പറയും? ആ, എന്നാ ഞാനങ്ങ് പൊക്കോട്ടെ. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാടി? നീ എന്നെ നാണം കെടുത്തതിന് തുല്യാവില്ലേ? ഓ, എന്റെ പൊന്നു രുക്മിണി, എനിക്ക് പെരുവഴി കടന്നു ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നേരമില്ല.
എന്നാ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാടി. അവിടെ കിടന്ന് വഴക്കുണ്ടാക്ക. നിക്കടി അവിടെ. ഹ, ഒരു മകളെ എന്റെ മകന്റെ തല കെട്ടിവെച്ചതല്ലേ. അവള് കാരണം ഞാൻ പെരുവഴിയില്ല. നിക്കടി അവിടെ. അവിടെ നിക്കടി. എനിക്ക് നിന്റെ കൂടെ ഓടാനൊന്നും വയ്യ. എടി നിക്കാൻ. മകളുടെ ഗുണവതിയാരും കൂടെ കേട്ടിട്ട് പോടി. എടി അവിടെ നിക്കാൻ. തലതെറിച്ച ഒരു സന്തതി. നിന്റെ മോള് മാത്രം എന്താടി ഇങ്ങനെ ആയി പോയത്? എന്താടി എന്റെ മോക്ക് നീ കണ്ട കുഴപ്പം? ഓ, ഞാൻ എന്റെ മക്കളെ നല്ല അന്തസ്സായിട്ടാ വളർത്തിയത്. നല്ല വിദ്യാഭ്യാസവും കൊടുത്തു. നീ ഒരുത്തിയെ വളർത്തിയല്ലോ, രമ്യ. അവൾ എവിടെ പോയി ഇപ്പോ? കൊറേ നാളെ എന്റെ മകന്റെ പുറകെ നടന്ന് അവന് ശല്യമായി. അവനെ കിട്ടില്ലാന്ന് വന്നപ്പോ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന മട്ടില് ഭ്രാന്ത് പിടിച്ച് അഭിനയിച്ചു. പിന്നെ ഏതോ ഒരു വഴിക്ക് അങ്ങ് പോയി കളഞ്ഞു. എന്റെ മകളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ നിന്നോട് ദൈവം പകരം ചോദിക്കും. ജനിക്കും മുമ്പ് മരിച്ചുപോയ കുഞ്ഞിന്റെ ആത്മാവ് നിന്നെ വെറുതെ വിടില്ല രുക്മിണി. മക്കളെ കാണാൻ പറ്റാതെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി തൊണ്ട വറ്റി വരണ്ട് പെടഞ്ഞു പെടഞ്ഞു നീ ചാവും. ഇതൊരമ്മയുടെ പ്രാക്കല്ല, വേദനയാ. ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. ഇന്നത്തെ ദിവസം ശേഖരനും കൂടി വേണ്ടതായിരുന്നു ഇവിടെ. അല്ല, പ്രതാപേട്ടൻ ശേഖരേട്ടനെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. വിളിച്ചിരുന്നു? അല്ല, അവൻ അഡ്വാൻസ് ആയിട്ട് നിന്നോട് വല്ലതും പറഞ്ഞോ? ഇല്ല. പ്രതാപേട്ടൻ എന്തോ പറയാനുണ്ട്, അത് പറയുന്നു മാത്രം പറഞ്ഞു. എന്താ പ്രതാപ? ഇന്ന് നിർണായകമായ ചില തീരുമാനം എടുക്കേണ്ട ദിവസമല്ലേ ചേച്ചി? അല്ല, നീ ശേഖരനെ അറിയിച്ചു. ഞാൻ നിന്റെ അമ്മയ്ക്ക് തുല്യായ മൂത്ത ചേച്ചിയല്ലേ, എന്നോടുകൂടി പറയടാ. ഇതൊക്കെ ഒരു സർപ്രൈസ് അല്ലേ ചേച്ചി? അത് മുമ്പേ പറഞ്ഞ അതിന്റെ ത്രില്ലങ്ങ് പോവില്ലേ? ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. നിങ്ങൾ എവിടെ പോയിരുന്നു ഈ സമയത്ത്? ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു, അതിന് പോയതാ. നിങ്ങളിരിക്കെ ഭക്ഷണം കഴിക്കേ. കുറച്ച് കഴിയട്ടെ ചെറിയമ്മ. സിസ്റ്റർ പവിത്രയാണല്ലോ. ഒരു മിനിറ്റ്.